ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനും ഡിപ്രഷൻ വരാം. എനിക്കും ഡിപ്രഷൻ വരാം, നിനക്കും ഡിപ്രഷൻ വരാം. ബയോളജിക്കൽ റീസണാണ്. ശരീരത്തിനകത്തെ ഹോർമോണൽ ഡിഫറൻസ് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും കൂടെ കുറേ ചെയ്ത് ഡിപ്രഷൻ വരാം. അത് നമുക്ക് തടയാൻ പറ്റാത്തൊരു ഡിപ്രഷനാണ്. ആർക്കും എപ്പോഴും വരാവുന്നൊരു ഡിപ്രഷൻ, മറ്റ് അസുഖങ്ങൾ പോലെ BP, ഷുഗറും കൊളസ്ട്രോളൊക്കെ പോലെ ഒരു ബയോളജിക്കൽ റീസൺ കൊണ്ടുവരുന്ന ഡിപ്രഷൻ. ഇതൊക്കെ നമ്മൾ സൈക്യാട്രിക്കലി ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാധനങ്ങളാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഈ സൊസൈറ്റിയിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നമ്മുടെ തന്നെ മൈൻഡ് പല കാര്യങ്ങളെയും പ്രോസസ്സ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഡിപ്രഷൻ വരാം. പക്ഷെ ഞാൻ ഡീൽ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് എല്ലാ ഡിപ്രഷൻസും ഏത് ടൈപ്പാണെന്നറിയോ? അവരെ ഒരു സിറ്റുവേഷൻ ഡിപ്രഷനിൽ എത്തിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അവരെ ഡിപ്രഷനിൽ എത്തിച്ചിരിക്കുന്നു. അതിന് ഒറ്റ നിർവചനമേ ഉള്ളൂ. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവരായി മാറിയാൽ ഡിപ്രഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് സ്പേസ് കിട്ടണം. നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് ജീവിക്കരുത്. നിങ്ങൾക്ക് മൂഡ് ഓഫ് തോന്നിയാൽ മൂഡ് ഓഫ് ആവാൻ പറ്റണം. നിങ്ങൾക്ക് സങ്കടം തോന്നിയാൽ കരയാൻ പറ്റണം. നിങ്ങൾക്ക് ദേഷ്യം തോന്നിയാൽ ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റണം. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ഇമോഷനെയും കടിച്ചു പിടിച്ചിട്ട് അപ്പുറത്തുള്ള ആളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജീവിക്കേണ്ടി വന്നാൽ നിങ്ങൾക്കത് പോകാൻ പറ്റും കുറച്ചു കാലം. പക്ഷേ ഇത് നമ്മുടെ മൈൻഡ് ഒരു ബലൂണ് പോലെയാണ്. അതിങ്ങനെ ഊതിയ വീർക്കുന്നുണ്ടെന്ന് വിചാരിച്ച് വീർപ്പിച്ചുകൊണ്ടേ ഇരുന്നാൽ പിന്നെ അവസാനം ബലൂണിന് എന്ത് സംഭവിക്കും? പൊട്ടും. ആ പൊട്ടുന്നൊരു ദിവസം വരും. അത് നമുക്ക് എനിക്കിത് സഹിക്കുവാൻ പറ്റും, എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പലരും പലതും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ മൈൻഡ് കപ്പാസിറ്റി തീരുന്നൊരു ദിവസം വരും. അന്ന് ഈ പണ്ടുണ്ടായിരുന്ന അത്ര കഴിവുണ്ടാവില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു പ്രഷർ കുക്കർ എഫക്റ്റ് ഉണ്ടാവും. അവിടെ എല്ലാം പൊട്ടിത്തെറിക്കും. ഒന്നുകിൽ ആ വ്യക്തി സൂയിസൈഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ വ്യക്തി ഡിപ്രഷൻ പേഷ്യൻ്റ് ആവും, അല്ലെങ്കിൽ അഗ്രഷൻ കാരണം കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവും. അഗ്രഷൻ, അഡിക്ഷൻ, ഡിപ്രഷൻ ഇങ്ങനെ എന്തെങ്കിലും ഒന്നിലെത്തും.